ഇപ്പം ഞാൻ ഇവിടെ പറയുന്നതാണ് അണ്ടർ ഇൻവേർഷൻ സർക്കിൾസ് ആൻഡ് സ്ട്രേറ്റ് ലൈൻ മാപ്പ് സർക്കിൾസ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസ്. അതായത് നമ്മൾ ഈ 1/z എന്ന് പറയുന്ന മാപ്പ് സർക്കിളിനെയും സ്ട്രേറ്റ് ലൈനിനെയും എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? സർക്കിളിലേക്കും സ്ട്രേറ്റ് ലൈനിലേക്കുമാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, പ്രൂഫൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കിങ്ങനെ സർക്കിളിനെയും സ്ട്രേറ്റ് ലൈനിനെയും ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നതിലെ കാര്യം ഒന്ന് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്താ, നമ്മളെ ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു പോയിന്റ് നമ്മളെ ഇമാജിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഇല്ലെങ്കിൽ അതൊരു സർക്കിൾ ആയിരിക്കും. ഇത്രയും കാര്യം നമ്മൾ മൈൻഡിൽ ഉണ്ടായാൽ മതി, ബാക്കി നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ആദ്യത്തെ സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, അത് സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് സീറോ എന്ന് പറയുന്ന പോയിന്റ് ആ ഒരു സർക്കിളിൽ ബിലോങ് ചെയ്യുന്നില്ല. അപ്പോൾ സീറോ എന്ന് പറയുന്ന പോയിന്റ് ആ സർക്കിളിൽ ബിലോങ് ചെയ്യാത്തിടത്തോളം കാലം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജും എന്തിലുണ്ടാവില്ല? ഈ ഒരു സർക്കിളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജിൽ ഉണ്ടാവത്തില്ല. അപ്പം സീറോ എന്ന് പറയുന്നത് സർക്കിളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 1/z is equal to 1/0. അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് നമ്മളെ ഇമേജ് ഓഫ് ദി സർക്കിളിൽ ഇല്ല. ദാറ്റ് മീൻസ് എന്താ, നമുക്ക് കിട്ടുന്നത് എന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, മറിച്ചൊരു സർക്കിൾ ആണ് നമുക്ക് കിട്ടുക. ഇനി ആ സർക്കിള് സീറോയിലൂടെ കൂടി പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളെ ആ ഒരു കിട്ടുന്ന ഇമേജിൻ്റെ അകത്ത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. അപ്പം നമുക്ക് തന്ന ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിലാണ് എന്ത് 1/∞ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ഇമേജിൽ ഉണ്ടാവുക. പക്ഷേ നമുക്ക് തന്നത് എന്താണ്? ഒരു സർക്കിളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആയിട്ട് എന്ത് വരുന്നില്ല? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇല്ലാത്തിടത്തോളം കാലം സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇമേജിൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ആ ഒരു മാപ്പ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഒരു സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ, പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് സീറോന്റെയും ഇൻഫിനിറ്റിന്റെയും ഇമേജ് എന്താണ് ഈ 1/z എന്ന് മാത്രമേ നോക്കണ്ടൂ. അപ്പം ഇവിടെ സീറോ ഇല്ല, ഈ ഒരു യൂണിറ്റ് സർക്കിളിൽ സീറോ ഇല്ല, കാരണം അത് പാസ് ചെയ്യുന്നില്ല സീറോയിലേക്ക് കൂടി. പിന്നെയോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീറോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഇമേജ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുക അതൊരു സർക്കിൾ ആയിട്ടായിരിക്കും. പിന്നെയോ ആ സർക്കിൾ സീറോയിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തുണ്ടോ നോക്കിയാൽ മതി. ഈ ഒരു സർക്കിളിന്റെ അകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ബിലോങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പക്ഷേങ്കിൽ ഇതെന്താണ്? ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ബിലോങ് ചെയ്യില്ല. ദാറ്റ് മീൻസ് എന്താണ്? ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇമേജ് കിട്ടുന്ന എന്താ? സർക്കിൾ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ്. ക്ലിയർ ആയിനോ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്താട്ടെ വേഗം കേട്ടോ, ടൈം കുറച്ചധികം പോയി, നമ്മളെ നെറ്റിന്റെ കംപ്ലൈന്റ് കാരണം. ഓക്കെ, അപ്പം ഇനി അതേപോലെ നിങ്ങൾ അടുത്തൊരു ഫിഗർ നോക്കിയാട്ടെ. സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അതായത് സർക്കിളുകൾ ഒറിജിനിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് കണ്ടുപിടിക്കാൻ എന്തെല്ലാം നോക്കണം? നമ്മൾ ഈ തന്ന ഫിഗറിന്റെ അകത്ത് സീറോ ബിലോങ് ചെയ്യുന്നുണ്ടോ നോക്കണം, പിന്നെയോ ഇൻഫിനിറ്റി ബിലോങ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ബിലോങ് ചെയ്യൂല. പിന്നെയോ സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന സർക്കിളാന്ന് ഓൾറെഡി പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് എന്തുണ്ടാവും? നമ്മളെ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്താണ്? സീറോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ്, അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇമേജ് എന്തിലുണ്ടാവും? നമ്മളെ ഈ ഒമേഗ പ്ലെയിനിലുണ്ടാവും. കാരണം എന്താ? സീറോന 1/z ആണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം സെഡിന്റെ സ്ഥാനത്താണ് നമ്മൾ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. നോക്കുമ്പോൾ 1/0 എന്ന് പറയുന്നത് എന്താ? ഇൻഫിനിറ്റി ആണ്. അപ്പം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് നമ്മളെ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടും. ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് നോക്കണം? ഇവിടെ സീറോ കിട്ടണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടാവണം. കാരണം 1/∞ സീറോകളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ എന്താ? ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടൂല? ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു പോയിന്റ് ഇല്ല. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീറോ എന്ന് പറയുന്ന പോയിന്റ് നമ്മളെ ഒമേഗ പ്ലെയിനിൽ കിട്ടൂല. അതായത് എന്താ? നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് സീറോയിലേക്ക് കൂടി അല്ല പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും.
ക്ലിയർ ആയോ രണ്ടാമത്തെ ഫിഗർ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മളെ ആ ഒരു 1/z മാപ്പ് ചെയ്യുന്നതിനുള്ള കാര്യം. ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ, ക്ലിയർ ആയോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ. ഇനി സെയിം നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു ഫിഗർ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ഒരു ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഞാനിവിടെ കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. നോട്ട് തരുമ്പം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എവിടെയും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പം അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നത്, ഒരു ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് നമുക്ക് തന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ സീറോ എന്ന് പറയുന്ന പോയിന്റ് ബിലോങ് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജുകളും എന്തിൽ ഉണ്ടാവണം, നമ്മളെ ഒമേഗ പ്ലെയിനിൽ ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ സീറോ ഉള്ളത് കൊണ്ട് സീറോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഏതാ വരിക, 1/0 ഇൻഫിനിറ്റി. അപ്പം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഈ ഒമേഗ പ്ലെയിനിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇൻഫിനിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളെ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം ഇവിടെ എന്തുണ്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ആ ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്താ വരിക, 1/ഇൻഫിനിറ്റി, അതായത് സീറോ വരും. അപ്പം സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റും എന്തിലുണ്ട്, നമ്മളെ ഈ ഒമേഗ പ്ലെയിനിലുള്ള ഈ ഒരു ഫിഗറിൻ്റെ അകത്തുണ്ട്. അതായത് എന്താണ്, ഓൾറെഡി അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. പിന്നെയോ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, സീറോയിലൂടെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. ക്ലിയർ ആയോ ഈ ഒരു ഫിഗർ പറഞ്ഞത്? ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ചെയ്യണോ വേഗം നിങ്ങൾ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറ. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സീറോവും ഇൻഫിനിറ്റിയും നമുക്ക് തന്ന ഫിഗറിലുണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനെ തന്ന ഫിഗറിലുണ്ടെങ്കിൽ പിന്നെയോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് നമ്മളെ ഒമേഗ പ്ലെയിനിൽ ഉണ്ടാകും. അഥവാ ഇല്ലെങ്കിൽ, അതായത് സീറോനും ഇൻഫിനിറ്റിയും ഇല്ലെങ്കിൽ, നമുക്ക് തന്ന ഇമേജ് ഇല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജുകൾ നമ്മുടെ ഒമേഗ പ്ലെയിനിൽ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എല്ലാവർക്കും ക്ലിയർ അല്ലേ? റോഷ്നിക്ക് മാത്രമാണോ ക്ലിയർ ആയത്? ബാക്കി കുട്ടികളാർക്കും ക്ലിയർ ആയിട്ടില്ല? ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു ഫിഗർ എന്ന് പറയുന്നത് എ ലൈൻ നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. നമുക്ക് തന്നത് ഒരു ലൈനാണ്, അത് സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തല്ല, ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്ന ഇമേജിന്റെ അകത്തുണ്ട്, പിന്നെയോ സീറോ എന്ന് പറയുന്നത് നമുക്ക് തന്ന ഇമേജിന്റെ അകത്ത് ഇല്ല. അപ്പം ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീറോ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഒമേഗ പ്ലെയിനിൽ ഉണ്ടാകും. പക്ഷേ എന്തില്ല, ഇവിടെ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇല്ല, സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സീറോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എവിടെ ഉണ്ടാവില്ല, നമ്മളെ ഒമേഗ പ്ലെയിനിൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എന്താണ്, ഇൻഫിനിറ്റി ഇല്ലാത്തിടത്തോളം കാലം ഇതൊരു സർക്കിളായിട്ട് കിട്ടും നമുക്ക്. പിന്നെയോ അത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എന്താ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് സീറോയിലേക്ക് കൂടിയാണെന്നതിന്റെ കാര്യം കൂടി ക്ലിയർ ആയിരിക്കും. ഇവിടെ സീറോ ഇല്ലാത്ത കൊണ്ടാണ് നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഇല്ലാത്തത്. ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊരു സർക്കിളായിട്ട് കിട്ടും. പിന്നെയോ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, അവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകും. അപ്പം ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് സീറോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഒമേഗ പ്ലെയിനിൽ ബിലോങ് ചെയ്യും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, നമ്മൾ ഈ ഒരു ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ ഫോമിലാണ് നമുക്ക് നമ്മളെ ഈ ഒരു ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആയിനോ എല്ലാവർക്കും ഈ ഒരു ഫിഗർ പറഞ്ഞതും? ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ ഹൊറിസോണ്ടൽ ലൈനും കുറേ വെർട്ടിക്കൽ ലൈൻസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഓരോരോ ലൈൻസുകളും സർക്കിളിലേക്കോ സ്ട്രേറ്റ് ലൈനിലേക്കോ മൂവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ എന്താ, വെറും
ഹൊറിസോണ്ടൽ ലൈനുകളും വെർട്ടിക്കൽ ലൈനുകളും മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്തത്. സീറോയിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ആകെ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടാത്തത്, നമ്മളെ സ്ട്രെയിറ്റ് ലൈനൊക്കെ നമുക്ക് ഫിഗറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇമേജസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ എനിക്ക് എന്ത് വെറും സർക്കിൾസ് മാത്രമായിട്ട് എൻ്റെ ഇമേജസ് വന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ കുറേ ലൈൻസുകൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഫിഗർ കിട്ടുകയെന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റുകളെല്ലാം വെച്ച് നോട്ടേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് എന്താ പണ്ട് നമ്മൾ പൂവെല്ലാം വരയ്ക്കില്ലേ മറ്റേ കോമ്പസ് എല്ലാം യൂസ് ചെയ്തിട്ട്, അതേ ടൈപ്പ് ഫിഗറാണ് നമുക്ക് ഇപ്പുറത്തെ കുറേ ലൈൻസിൻ്റെ ഇമേജസ് ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് വരക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു വൺ വേ സെറ്റുകൾ സർക്കിളിനെയും സ്ട്രെയിറ്റ് ലൈനിനെയും സർക്കിളിലേക്കും സ്ട്രെയിറ്റ് ലൈനിലേക്കും ആ മാപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. എത്ര കുട്ടികളാണ് ഉള്ളത്? 12 കുട്ടികളില്ലേ? 12 കുട്ടികളും പറഞ്ഞാട്ടെ ക്ലിയർ ആയനോ അല്ലയോ എന്നതിൻ്റെ കാര്യം. എല്ലാവരും ഒന്ന് പറയേ. വേഗം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടത് ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്ന ഫംഗ്ഷന് ഒരു സെഡിനെ കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. സെഡിനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കുറച്ച് പോയിന്റ്സുകൾ കിട്ടും. ആ പോയിന്റ്സുകളാണ് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താ? എ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് എ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ആർ പോയിന്റ് ദാറ്റ് ഹാവ് മാപ്ഡ് ഓൺ ടു ദംസെൽവ്സ്. അതായത് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള ഫങ്ഷൻസ് ആണ് ഫിക്സ്ഡ് പോയിന്റുകൾ നമുക്ക് തരുന്നത്. That means they are obtained from omega equal to f of z is equal to z. Omega equal to f of z is equal to z. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് സെഡുകൾ തരും, എന്നിട്ട് അതിൻ്റെ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് 3 മാർക്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാം, മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പം നോക്കിയാട്ടെ, ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് തന്ന ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞ് എഴുതുമ്പം നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സുകൾ കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ പോയിന്റ്സുകളാണ് നമ്മളെ ഫിക്സ്ഡ് പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ ഞാനൊരു ഐഡന്റിറ്റി മാപ്പ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് പറയുന്ന ഐഡന്റിറ്റി മാപ്പാണ് ചൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി മാപ്പിൻ്റെ ഫിക്സ്ഡ് പോയിന്റുകൾ ഏതാണ്? അതായത് 1 1ലേക്ക് തന്നെ, 2 2ലേക്ക് തന്നെ, 3 3ലേക്ക് തന്നെ, അങ്ങനെ ഏതൊക്കെയാണോ നമ്മൾ സെഡ് പ്ലെയിനിൽ ചൂസ് ചെയ്യുന്ന പോയിന്റ് ആ പോയിന്റുകളിലേക്ക് തന്നെ ഒമേഗ പ്ലെയിനിൽ നമ്മൾ മാപ്പ് കിട്ടുന്നതിനാണ് പറയാം ഫിക്സ്ഡ് പോയിന്റുകൾ. അപ്പോൾ ഞാനിവിടെ ഒരു ഐഡന്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്യാണ്. ഐഡന്റിറ്റി മാപ്പിൻ്റെ പ്രത്യേകത എന്താണ്? സെയിം സാധനത്തിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, 2 എടുത്തു കഴിഞ്ഞാൽ 2ലേക്ക് തന്നെ. അങ്ങനെ ഏത് നമ്പർ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പറിലേക്ക് തന്നെയാണ് നമ്മൾ ഐഡന്റിറ്റി മാപ്പ് ചെയ്യുന്നത്. അപ്പം അവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് സെഡ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്ന എഫ് ഓഫ് സെഡിനെ സെഡിനോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ്. അപ്പം ഈ ഒരു ഐഡന്റിറ്റി മാപ്പ് പ്രകാരം നമുക്ക് എന്താണ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ്? ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ എന്താ കിട്ടുക? സെഡുകൾ തന്നെ. എല്ലാ പോയിന്റുകളും എന്താണ് ഇവിടെ? ഫിക്സ്ഡ് പോയിന്റുകളാണ്. എവറി പോയിന്റ് ഇസ് എ ഫിക്സ്ഡ് പോയിന്റ് എന്ന് കിട്ടും.
ക്ലിയർ ആയിരുന്നു ആ പറഞ്ഞ കാര്യം? നമ്മളെ ഐഡന്റിറ്റി മാപ്പ് എല്ലാ പോയിന്റിലും ആ പോയിന്റിലേക്ക് തന്നെയാണ് മാപ്പ്. ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സെയിം പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ ഐഡന്റിറ്റി മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫിക്സ്ഡ് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോയിന്റുകളും ഐഡന്റിറ്റി മാപ്പിൽ ഫിക്സ്ഡ് പോയിന്റുകളാണ്. ഫിക്സ്ഡ് പോയിന്റിന്റെ മീനിങ് തന്നെ എന്താ? ഫിക്സ് ചെയ്ത് വെക്കുന്ന പോയിന്റുകൾ. ഒരു മാപ്പിന് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോയിന്റുകൾ ഇല്ല. ആ ഒരു അർത്ഥത്തിലാണ് ഫിക്സ്ഡ് പോയിന്റിന്റെ പേര് വന്നത്. അപ്പം ഇവിടെ ഐഡന്റിറ്റി മാപ്പ് എല്ലാ പോയിന്റിലെയും ആ പോയിന്റ് തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിറ്റി മാപ്പിന്റെ അകത്ത് ഫിക്സ്ഡ് പോയിന്റുകളായിട്ട് എന്തിനെ പറയാം? എവറി പോയിന്റ് ഇസ് എ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഈ കാര്യം? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. എന്നിട്ട് ക്ലിയർ ആയതിന് വലിയ കാര്യം എന്ന് പറയും. ഇവിടെ ഒമേഗ ഈക്വൽ ടു 1/z എന്ന് പറയുന്ന ആ ഒരു മാപ്പാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഒമേഗ ഈക്വൽ ടു 1/z എന്ന് പറയുന്ന മാപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാം? z-നോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 1/z is equal to z. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? z² ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് മീൻസ് z is equal to എന്താണ്? +or-1 ആണ്. അതായത് ഇവിടെ 1ഉം -1കളാണ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താ അതിന്റെ മീനിങ്? 1 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഒരു 1/z കൊടുക്കുമ്പം നമുക്ക് കിട്ടുക 1 തന്നെയാണ്. -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -1 തന്നെയാണ്. ബാക്കി ഏതൊരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും പോയിന്റിലേക്കാണ് നമ്മൾ ഈ ഒരു മാപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ z സ്ഥാനത്ത് 1 കൊടുത്തു നോക്കിയട്ടെ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1/1 is equal to 1 വരും. പിന്നെയോ z സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/-1 is equal to -1 വരും. അപ്പം ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിനോ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത്? ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ. ക്ലിയർ ആയിട്ട് തന്നെ പറയണേ, കാരണം ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ കൺഫോമൽ മാപ്പിങ്ങിന്റെ കേസിൽ അവിടെ ഡെറിവേറ്റീവിനായിരുന്നു നമ്മൾ എന്ത് കൊടുത്തത്? 0-നോട് ഇക്വേറ്റ് ചെയ്തത്. ഇവിടെ എന്താണ്? ഫിക്സ്ഡ് പോയിന്റിന് നമുക്ക് ഏതാണോ തന്ന ഫംഗ്ഷൻ അതിനെയാണ് നമ്മൾ z-നോട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാറിപ്പോവാൻ പാടില്ല. ചിലപ്പം കൺഫോമൽ ആകുന്ന പോയിന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, പിന്നെയോ ഫിക്സ്ഡ് പോയിന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവാൻ പാടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു z-1 ഡിവൈഡഡ് ബൈ z+1. ഒമേഗ ഈക്വൽ ടു z-1 ഡിവൈഡഡ് ബൈ z+1 എന്ന് പറയുന്ന ഒരു മാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫിക്സ്ഡ് പോയിന്റ് ചോദിച്ചിട്ടുള്ളത് എന്താ ചെയ്യേണ്ടത്? z-1 ഡിവൈഡഡ് ബൈ z+1നെ z-നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? ഇവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള ന്യൂമറേറ്ററിനെ അവിടെ തന്നെ വെച്ചു, ഈ ഭാഗത്ത് തന്നെ വെച്ചു. പിന്നെ എന്താ ചെയ്തത്? ഈ താഴത്തെ ഡിനോമിനേറ്ററിനെ z-നോട് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം z × z+1 എന്ന് പറയുന്ന ഈ ഒരു ഫോം വരും. അതിനെ ഞാൻ z² + z എന്ന് പറഞ്ഞ് മാറ്റി എഴുതി. ഇനിയോ ഇവിടെ z-1 ഉണ്ട്, ഇവിടെ z² + z ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത പോയിന്റ്സുകളാ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടി? z² + z z² + z z+1 എന്ന് വന്നു. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം z-കൾ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ അതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് കിട്ടി? z² + 1 കിട്ടി. z² + 1 കിട്ടി. z² + 1 is equal to 0. This implies z is equal to +or-i കിട്ടും. കാരണം എന്താ? z² equal to -1 എന്ന് പറയുന്ന ഫോം വരും. അപ്പോൾ z² equal to -1 ആണെങ്കിൽ z is equal to +or-1 +or-i കിട്ടും. That implies z is equal to +or-i are the fixed points. ഈ ഒരു ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ് ആണ് എന്ത്? z is equal to +or-i. ക്ലിയർ ആയിനോ ഈ കാര്യം? ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ? ഒന്നുമില്ല, നമുക്ക് തന്ന ഫംഗ്ഷനെ z-നോട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, അതിൻ്റെ പോയിന്റുകൾ കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഈ ഫിക്സ്ഡ് പോയിന്റിന്റെ കേസിലുള്ളൂ.
അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫിക്സ്ഡ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഇത് ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞത്? ഓക്കെ. അപ്പം ഇതിന് കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോംവർക്കുകൾ ഞാൻ തരാം. ഇനി നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താ, സൈൻ സെറ്റ് എന്ന് പറയുന്ന മാപ്പ്. സൈൻ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ മാപ്പിംഗാണ് പഠിച്ചത്? e⁻z പഠിച്ചു, 1/z പഠിച്ചു, z² പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് f(z) sin z എന്ന് പറയുന്ന ഈ ഒരു മാപ്പാണ്. ഇനി ഒരു 2 ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഈ ഒരു മാപ്പിങ്ങിൻ്റെ 1-2 പ്രോബ്ലംസും ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മൾ ഈ ഒരു മോഡ്യൂള് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ശരിക്കും ഓൾറെഡി ഈ ഒരു സൈൻ സെറ്റ് എന്ന് പറയുന്ന മാപ്പിനോട് ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് അഥവാ പ്രോബ്ലം ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ക്ലാസ്സും കൂടി നിങ്ങൾക്ക് എടുത്തു തരുന്നത്. എക്സ്ട്രാ ക്ലാസ് ആണത്. അത് നമുക്ക് എന്താ ഈ ഒരു ക്ലാസ് ടൈമിൽ തന്നെ എടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണം. എന്തായാലും നാളത്തെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ ആരെങ്കിലും അവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് എടുത്തു തരാൻ പറ്റുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ f(z) sin z എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, f(z) sin z എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഈ e⁻z∗ sin z എല്ലാം കേസിൽ നമ്മൾ ആ ഫംഗ്ഷൻ ω sin z എന്ന് എടുത്ത് എഴുതും. എന്നിട്ടോ ഒമേഗക്ക് u+iv എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, z-ന് x+iy എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സെയിം വേ നമ്മൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. u+iv sin x+iy, sin x+iv. കാരണം ഒമേഗ എന്ന് പറയുന്നത് u+iv ആണ്, z എന്ന് പറയുന്നത് x+iy ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്ത് sin x+iy എന്ന് പറയുന്ന ഫോമാണ് ഉള്ളത്. അതെന്താണ്? sin a b എന്ന് പറയുന്ന ഫോമിനോട് ഈക്വൽ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു sin a plus bന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, sin a cos b plus cos a sin b. അപ്പം ഈ ഒരു റിസൾട്ട് ഞാൻ ഈ റൈറ്റ് ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. റൈറ്റ് ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? ഈ മൗസിന് കംപ്ലൈൻറ്റ് ഉണ്ട്, അതാണ് കേട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പം വല്ലാണ്ട് ഇതായി പോകുന്നത്. അപ്പോൾ sin x+iy എന്ന് പറഞ്ഞ ഈ ഒരു മാപ്പിലേക്ക് ഞാൻ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin a cos bക്ക് പകരം iy പ്ലസ് cos a, പിന്നെയോ sin bക്ക് പകരം ഇവിടുത്തെ iy വരും. അപ്പം sin x cos iy പ്ലസ് cos x sin iy എന്ന് പറയുന്ന ടൈപ്പിൽ നമുക്ക് നമ്മുടെ ഈ ഒരു sin x+iy എന്ന് പറയുന്ന ഇക്വേഷൻ മാറ്റി എഴുതാൻ പറ്റി. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ cos iy-നെ cos hy എന്ന് മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ sin iy-നെ sin hy ഇൻറ്റു i അല്ലെങ്കിൽ i sin hy എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ u+iv ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി ഈ ഒരു ഭാഗത്തിൻ്റെ അതിന് റിയൽ പാർട്ട് വേറെ ഇമാജിനറി പാർട്ട് വേറെ ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ എനിക്കൊരു cos iy കാണാം, അതുപോലെ തന്നെ ഇവിടെ ഒരു sin iy കാണാം. അപ്പം ഈ cos iy-നെയും sin iy-നെയും ഞാൻ നമ്മുടെ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതാണ്. അപ്പോൾ cos iy-ക്ക് പകരം ഞാൻ cos hy-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ sin iy-ക്ക് ഞാൻ എന്ത് ചെയ്തു? i sin hy എന്ന് പറയുന്ന ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതാ ഇവിടെ കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ഐകളൊന്നുമില്ല. ഈ സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഐ ഉണ്ട്. അതായത് ഇതിനെ നമുക്ക് ജസ്റ്റ് u+iv-ന്റെ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ sin x cos hy പ്ലസ് i ഇൻറ്റു cos x sin hy എന്ന് പറഞ്ഞ് ആ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്തുനിന്ന് റിയൽ പാർട്ട് വേറെ ഇമാജിനറി പാർട്ട് വേറെ ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് u is equal to sin x cos hy and b is equal to cos x sin hy. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? യുവിനെയും വിനെയും കിട്ടും. ഇത്രയും കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? സൈനിൻ്റെയും കോസിൻ്റെയും ആ ഒരു ഫോം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റി എഴുതി നമുക്ക് യുയും ബിയും സെപ്പറേറ്റ് ചെയ്തെടുത്തത് ക്ലിയർ ആയതുകൊണ്ടായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ.
ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ നമുക്ക് യുയും വിയും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത്ര നാള് ചെയ്ത പോലെ തന്നെ ഓരോ ഇമേജിൻ്റെ അകത്തും നമ്മൾ എങ്ങനെയായിരുന്നു ഇമേജ്, നമ്മൾ ഒമേഗ പ്ലെയിനിൽ ഇമേജ് കണ്ടുപിടിക്കാൻ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്? ഒരു വെർട്ടിക്കൽ ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും. അപ്പം ഇവിടെ ഞാൻ കേസ് 1 ആയിട്ട് ഒരു വെർട്ടിക്കൽ ലൈനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം എക്സ് ഇസ് ഈക്വൽ ടു എ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേം കൊടുക്കുന്നതാണ് നമ്മളെ വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്, സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു എ ആയിട്ട്, അതായത് എന്തേ ഉള്ളത്, അതൊരു വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഏത് പറയുന്ന പോയിന്റ് കൊണ്ട് ഇവിടെ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്തതേ ഉള്ളൂ. ഇനി എവിടെയാണോ നമ്മൾ യുയിലും വിയിലും എക്സ് കാണുന്നത് അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ആ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? എക്സ് ഉണ്ട്. രണ്ട് സ്ഥാനത്ത് ഞാൻ എ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം യു ഇസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു, ഇവിടെ എ കൊടുത്തു, പിന്നെയോ സൈൻ എ ഇൻറ്റു കോസ് എച്ച് വൈയും, ഇവിടെ വി ഇസ് ഈക്വൽ ടു എന്താ? കോസ് എ ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് നമുക്ക് കിട്ടി. ഒന്നുമില്ല, നമ്മൾ എക്സിൻ്റെയും വൈൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് എ എന്ന് പറയുന്ന എക്സിൻ്റെ സ്ഥാനത്ത് എ എന്ന് പറയുന്ന പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ? സൈൻ എയും കോസ് എയും എന്താണ്? കോൺസ്റ്റന്റുകളാണ്. കാരണം എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്മൾ സൈൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക അതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ്. അപ്പം ഇവിടെയുള്ള ഈ ഒരു സൈൻ എയും കോസ് എയും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു വേരിയബിൾ ആയിട്ടുള്ള എക്സിന്റെ ടേമാണ് നമ്മൾ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് ടേം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈൻ എയും കോസ് എയും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഇനി ഞാൻ ആ സൈൻ എനെയും കോസ് എനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുക ചെയ്യുന്നത്. ആദ്യത്തെ ഈ യു എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ഞാൻ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ വി എന്ന് പറയുന്ന ഈ ഒരു ഫോമിനെ ഞാൻ ത്രൂ ഔട്ട് കോസ് എ കൊണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ആദ്യത്തെ ഇക്വേഷൻ ഞാൻ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് യു ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് കിട്ടി. പിന്നെ റൈറ്റ് സൈഡ് ആ സൈനയും കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയപ്പം കോസ് എച്ച് വൈ എന്ന് കിട്ടി. പിന്നെയോ രണ്ടാമത്തെ ടേമായ വി ഇസ് ഈക്വൽ ടു കോസ് എ സൈൻ എച്ച് വൈനെ ഞാൻ ഡിവൈഡ് ചെയ്തപ്പം എനിക്ക് എന്താ കിട്ടിയത്? ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കോസ് വി ബൈ കോസ് എ കിട്ടി, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ എച്ച് വൈന് കിട്ടി. അപ്പം ഞാൻ ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 വേണ്ടി ജസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ. അപ്പം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സ്ക്വയർ ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ നമുക്ക് നോക്കിയതിന് ശേഷം ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പോൾ ഇക്വേഷൻ 1നെ ഞാൻ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക, സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യണം. സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യുമ്പം ഇതവിടെ ലെഫ്റ്റ് സൈഡ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ വന്നു. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എച്ച് വൈ വന്നു. പിന്നെയോ രണ്ടാമത്തെ ഇക്വേഷന് അങ്ങനെ സ്ക്വയർ ചെയ്ത സമയത്ത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ വന്നു. പിന്നെയോ സൈൻ എച്ച് വൈനെ നമ്മൾ സ്ക്വയർ ചെയ്ത സമയത്ത് സൈൻ സ്ക്വയർ എച്ച് വൈ എന്ന് വന്നു. അപ്പോൾ ഇപ്പം ഇക്വേഷൻ 1നെയും 2നെയും ഞാൻ 3 and 4 എന്ന് പറഞ്ഞ ഇക്വേഷനാക്കി മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷന് ഈ 3ൻ്റെ അകത്ത് 4നെ അങ്ങ് മൈനസ് ചെയ്യുക ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യണം. ലെഫ്റ്റിനെ ലെഫ്റ്റ് ഭാഗത്തുകൊണ്ട് മൈനസ് ചെയ്യണം, റൈറ്റിനെ റൈറ്റ് ഭാഗത്തുകൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ വന്നത്? ആദ്യം ലെഫ്റ്റിനെ ലെഫ്റ്റ് ഭാഗത്തുകൊണ്ട് മൈനസ് ചെയ്യുമ്പം യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ എന്ന് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു എന്താ വന്നത്? ലെഫ്റ്റ് ഭാഗത്തിനോട് ഈക്വൽ ആയിട്ട് റൈറ്റ് ഭാഗം എന്ത് വന്നു? കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ എന്ന് വന്നു. അപ്പോൾ ഇതൊരു ഹൈപ്പർബോളിക്കിൻ്റെ അകത്തെ ഒരു ഇനിക്വാലിറ്റി ആണ്. ആ ഇനിക്വാലിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെന്നുള്ള കാര്യം. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വന്നത് എങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വന്ന വഴി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്.
സൈൻ എച്ച് വൈയുടെ ഇക്വേഷനും കോസ് എച്ച് വൈയുടെ ഇക്വേഷനും ഞാനിവിടെ തന്നിട്ടുണ്ട്. എന്നിട്ടോ കോസ് സ്ക്വയർ എച്ച് വൈ മൈനസ് സൈൻ സ്ക്വയർ എച്ച് വൈയുടെ അകത്ത് നമ്മൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് പിന്നെയോ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എ പ്ലസ് ഐ ബി എ മൈനസ് ഐ ബി എന്ന് പറയുന്ന ആ രണ്ട് റിസൾട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ അതിന് ക്യാൻസൽ ആവേണ്ടതെല്ലാം ക്യാൻസൽ ആക്കി എന്നിട്ടോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4/4 എന്ന് പറയുന്നൊരു ഫോമിൽ കിട്ടും. അത് ഈക്വൽ ടു 1 ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടേ ആവശ്യമുള്ളൂ. എങ്ങനെയാണ് ചെയ്തു പോകുന്ന ഈ ഒരു വഴി നിങ്ങൾക്ക് ആവശ്യമില്ല. അഥവാ ഏതെങ്കിലും കുട്ടിക്ക് എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ ഒരു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് വരെ എത്തിയത് ക്ലിയർ ആണോ? ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോയേ വേണ്ടൂ. അതാണ് ഇങ്ങനെ എന്താ പറയുക പറഞ്ഞങ്ങ് പോകുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? റോഷ്നിക്ക് മാത്രമാണോ മനസ്സിലായത്, അല്ലെങ്കിൽ ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അനുശ്രീക്കും ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കിയോ? ബോയ്സ് ആരും ഒന്നും പറയുന്നില്ലല്ലോ. അറ്റൻഡൻസ് വേണ്ടേ നിങ്ങൾക്ക്? ബോയ്സ് ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡൻസ് തരാൻ പാടുള്ളൂ എന്ന് നമുക്ക് റൂളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷനായിട്ട് ബന്ധമുള്ള പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയട്ടെ. അതെന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു? അതൊരു ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? അതൊരു ഹൈപ്പർബോളയാണ്. നമ്മളെ ആ ഒരു വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ സൈൻ സെറ്റുകൾ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? അതൊരു ഹൈപ്പർബോളകളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവെൽ ആണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്കിതൊന്നും ഇവിടെ കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് പ്രോബ്ലംസ് ക്ലാസ് ടൈം തന്നെ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് വിഷ്ണു സാറിൻ്റെ അവർ ഞാനിപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് പരമാവധി ഒന്ന് നേരത്തെ വരാൻ ശ്രമിക്കുമോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ഇൻ്റർവെല്ലിൽ. ഒരു 12 മണി, എത്ര മണിക്കാണ്? 12 മണിക്ക് വരാൻ പറ്റുമോ നോക്കുമോ? അരമണിക്കൂറിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് ക്ലാസ്സിൽ കയറാൻ നോക്കാം. അപ്പം നമുക്കതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.